തിരുവനന്തപുരം സിറ്റിയിൽ വളരെ അടുത്ത്, അതായത് നമ്മുടെ പുതിയ കാരക്കമണ്ഡപം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 2 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പുതിയ കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി അമ്മ വീട് റോഡിനകത്താണ് പ്രോപ്പർട്ടി വരിക. പക്ഷേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ചെറിയ കാർ വരുന്ന വഴിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് കേട്ടോ. അമ്മ വീട് റോഡ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും റോഡിങ്ങനെ വളഞ്ഞ് നമ്മുടെ റെയിൽവേ പാളത്തിൻ്റെ അതിൻ്റെ പാരലായിട്ട് പോകും. അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് ഇൻ്റർലോക്ക് ഇട്ട വഴിയുണ്ട്. അതുവഴി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള 3 ബെഡ്റൂം വീടാണ്. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി വേണം, പക്ഷേ സിറ്റിയോട് വളരെയേറെ അടുത്ത് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സ്പേസാണുള്ളത്. ചെറിയ വണ്ടിയെ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നോവ പോലുള്ള കാറൊക്കെ ഇതിനകത്ത് തിരിഞ്ഞ് കയറാൻ ഇത്തിരി ഒന്ന് പാടുപെടും. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ സ്പേസിലായിട്ട് ഇനി നമുക്കൊരു TV യൂണിറ്റിൻ്റെ ഒരു സാധനം ഫിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും. ഇവിടെ ആയിട്ട് തന്നെ നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്യാം. ഇവിടെ വാഷ് ഏരിയ വരും. അതായത് ചെറിയൊരു സ്പേസിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. ഇവിടെ ആയിട്ടെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരി അധികം കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം. ഈ സൈഡിലായാലും കുറച്ച് സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. മേളത്തെ നിലയിൽ 2 റൂംസും വരുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ TV യൂണിറ്റിൻ്റെ സാധനമാണ് കേട്ടോ. ഇത് അവരവിടെ എടുത്ത് ഫിറ്റ് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് 2 ബെഡ്റൂംസ് ആണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് 2ാമത്തെ ബെഡ്റൂം കാണാം. നമുക്കുള്ളതിൽ കുറച്ചുകൂടെ വലിയൊരു ബെഡ്റൂം ഇതാണ് കേട്ടോ. ഈ ഒരു സ്പേസിലോട്ട് കട്ടിലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ബാൽക്കണി സ്പേസ്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ടെറസിലേക്ക് എൻട്രൻസ് വരും. ആ രീതിയിലാണ് ബാൽക്കണി വരുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. ഫുള്ളായിട്ട് വീടുകളുള്ള ഒരു ലൊക്കേഷനാണ്. നമുക്ക് അടുത്ത വീടുകളിലെല്ലാം നമുക്ക് ഇയോൺ ഇതുപോലെ നമ്മുടെ വേഗണാർ, ആ വീട്ടിലൊക്കെ ആണെങ്കിൽ സ്വിഫ്റ്റൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വണ്ടികളൊക്കെ വരുന്ന വീതിയുള്ളത്. സ്വിഫ്റ്റ് കാർ കയറി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളെല്ലാം കയറി വരുന്നുണ്ടാകും. താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.